നമസ്കാരം ഗൈസ്, ഹബീബി ട്രാൻസ്പോർട്ടേഷന്റെ ഒന്നാമത്തെ വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു ഇത്രയും നാളും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ തന്നെ ഇത് തുടങ്ങിയേക്കാന്നുള്ള ഒരു പ്ലാനിലോട്ട് എത്തിച്ചേർന്നത്. അങ്ങനെ വണ്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നേരത്തെ ഇരുന്നതൊക്കെ വാരിയിട്ട് പാക്കിങ് തുടങ്ങിയപ്പോഴാണ് ഇതേ വരുന്നു കിങ്ങിണി. അങ്ങനെ പാക്ക് ചെയ്യുന്ന എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് കിങ്ങിണിയും കുറേ സാധനങ്ങളൊക്കെ വാരി ബാഗിലിട്ടു. അങ്ങനെ കൈ കിട്ടിയതെല്ലാം കൂടെ പറക്കി ബാഗിലിട്ട് വണ്ടി ലോഡ് ചെയ്തു. അങ്ങനെ പതിപോലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ച നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് 7 മണിയായി. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, തുണിയൊക്കെ പറക്കിയിട്ട് കഴുകി ഉണങ്ങി വന്നപ്പോഴത്തേക്ക് ഈ ഒരു സമയമായി. നമ്മളിന്ന് പോകാൻ പോകുന്നത് മിസോറി സ്റ്റേറ്റിലെ സ്പ്രിംഗ്ഫീൽഡ് എന്ന് പറഞ്ഞ സിറ്റിയിലേക്കാണ്. ഇവിടുന്ന് കറക്റ്റ് ഒരു 5 മണിക്കൂറത്തെ യാത്രയാണ്. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം സ്നോയൊക്കെ വീഴാൻ തുടങ്ങിയായിരുന്നു. ഈ വർഷത്തെ 2ാമത്തെ സ്നോ ആണിത്. അങ്ങനെ 2 മണിക്കൂർ ഓടി കഴിഞ്ഞപ്പോഴത്തേക്ക് ടോൾസ എന്ന് പറഞ്ഞ സിറ്റി എത്തി. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ജീപ്പിന് ഗ്യാസ് അടിക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തിയത്. ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെട്രോൾ പമ്പിനാണ് ഗ്യാസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഗ്യാസ് എന്ന് പറയുന്നത് പെട്രോളിനും. അങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ധൃതിയായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് അധികം ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ പോകുന്ന വഴി ഒരു ബർഗറും മേടിച്ച് പെട്രോൾ മേടിക്കാമെന്ന് വിചാരിച്ചാണ് ഈ ഗ്യാസ് സ്റ്റേഷനിൽ കയറിയത്. കഴിപ്പൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്കും സ്നോ പിന്നെയും വീഴാൻ തുടങ്ങിയായിരുന്നു. രാത്രി അത്യാവശ്യം ക്ഷീണിച്ചു വന്നുകൊണ്ട് തന്നെ കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. രാവിലെ എണീറ്റപ്പോഴേ മൊത്തത്തിൽ മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു. അങ്ങനെ രാവിലെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ കഫറ്റീരിയയിലേക്കുള്ള പോക്കാണിത്. അവിടെ ചെന്ന് കിട്ടിയതൊക്കെ വാരി പാത്രത്തിലാക്കി ചൂടോടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അകത്താക്കി. നമ്മൾ ജീപ്പ് പാർക്ക് ചെയ്തേക്കുന്ന കമ്പനിയുടെ തന്നെ ഹോട്ടലിന്റെ കോമ്പൗണ്ടിലാണ്. ഹോട്ടലിൽ നിന്ന് എപ്പോഴും ടെർമിനലിലേക്ക് ഷട്ടിൽ സർവീസ് ഉണ്ടായതുകൊണ്ട് അതിൽ തന്നെയാണ് നമ്മൾ ടെർമിനലിലേക്ക് പോകുന്നത്. അങ്ങനെ യാർഡിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ട്രെയിലറുകളാണ്. ട്രെയിലറുകൾ ഇവിടെ മെയിനായിട്ടുള്ളത് 3 ടൈപ്പാണ്. ഫ്ലാറ്റ് ബെഡ് ഉണ്ട്, റീഫർ ഉണ്ട്, ടാങ്കർ ഉണ്ട്. അങ്ങനെ ഷട്ടിലിൽ നിന്ന് ഇറങ്ങി യാർഡിലൂടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഇറങ്ങിയപ്പോൾ വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്തില്ലെങ്കിലും മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇൻട്രൊഡക്ഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ടെർമിനലിലേക്ക് വന്നത്. ഈ ക്ലാസ്സിനോടും പഠിത്തത്തിനോടും ഒന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അവിടെ പറഞ്ഞ എന്താണെന്നൊന്നും ഞാൻ കേട്ടില്ല. നമ്മൾ നമ്മുടേതായ സൈഡ് ബിസിനസ്സിൽ ഇങ്ങനെ ബിസി ആയിക്കൊണ്ടിരുന്നു. വരച്ച് ടൈം പോയത് അറിഞ്ഞില്ല. ലഞ്ച് കഴിക്കാനുള്ള ടൈമായി. അങ്ങനെ കഫറ്റീരിയ ചെന്ന് ലഞ്ചും വാങ്ങി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർക്കുന്നത് ഏത് കളർ വണ്ടി വേണോ. അങ്ങനെ പല കളറുകൾ ഉണ്ടായതുകൊണ്ട് ഏത് ചൂസ് ചെയ്യുമെന്നുള്ള കൺഫ്യൂഷനിലായി. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് വണ്ടിയെല്ലാം നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ യാർഡിലേക്ക് ഇറങ്ങി.